ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ ആലുവയിലേക്ക് പോകണം കേട്ടോ. 10 മണിക്ക് ഇറങ്ങണം എന്നാണ് ഇക്കാക്ക പറഞ്ഞത്. എൻ്റെ കൂടെ തന്നെ ആദ്യം എണീറ്റിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഞാൻ രാവിലെ തന്നെ ആദ്യം കുറുക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ അപ്പുറത്തടുപ്പിൽ തന്നെ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ദേ ഇതാക്കിയപ്പോൾ ആദ്യം ബിസ്ക്കറ്റൊക്കെ വാരിക്കൊടുക്കുകയുണ്ട്. ഭയങ്കര എന്താ പറയുക, അപൂർവമായ നിമിഷങ്ങളിലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ചില സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും, എന്നാൽ ചില സമയത്ത് ഭയങ്കര തല്ലുപിടിക്കും. പിന്നെ ദേ ഉമ്മ രാവിലെ തന്നെ എണീറ്റ് കലക്കിച്ചിട്ടത് ഉണ്ടാക്കി. പിന്നെ ഇക്കാക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ. എന്നാലും അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച്. പിന്നെ എനിക്ക് തേങ്ങാപ്പാൽ പറ്റില്ല, അപ്പോൾ ഞാൻ തലേന്നത്തെ കറി ഒന്ന് ചൂടാക്കി വെച്ചിട്ടാ. നമ്മുടെ നേറ്റീവ് ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പുളി, നാടൻ പുളിയില്ലേ, കുടംപുളി, വാളംപുളിയൊക്കെ നന്നാക്കിയിട്ട് വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പം ഞങ്ങൾ പേഴ്സണലി ഉപയോഗിച്ചത് അവർ പറഞ്ഞിട്ട് ഫോഴ്സ്ഫുള്ളി ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഇത് ഞങ്ങൾ പേഴ്സണലി ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് കുടംപുളി വാങ്ങുമ്പം ഭയങ്കര കളറും പിന്നെ ചില കുറച്ച് കയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ യൂസ് ചെയ്തതാണ്. ഇതിപ്പോൾ വിൽക്കാൻ കൊണ്ട് വെച്ചതാണ്. ഇതിപ്പോൾ ഇങ്ങനെ 1 കിലോ വരുന്നത്, 1 കിലോ 300, അര കിലോ 150 കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ നമ്പർ താഴെ ഇട്ടേക്കാം. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്താൽ മതി. ഹോൾസെയിൽ റേറ്റിനും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹോൾസെയിൽ റേറ്റും അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് വേണ്ടവർ താഴെ നമ്പർ ഇട്ടേക്കാം. അവർ പോയി കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ കേരള ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ആക്കിബിനെ ഞങ്ങൾ കൊണ്ടുപോകണില്ല കേട്ടോ. അപ്പം ഇക്കാക്ക റെഡി ആവണം കണ്ടിട്ട് ഇവൻ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കണേ. ആക്കിബിനെ എൻ്റെ വീട്ടിലാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കണേ. കാരണം ഞങ്ങൾ വരുമ്പോഴേക്കും വൈകിട്ടാവും. അപ്പം അവൻ ആകെ ടയർഡാവും. ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മ പകുതിക്ക് വെച്ച് ഇറങ്ങും ഹോസ്പിറ്റലിലെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആദ്യം ആകെ വേർത്താതും എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാണ്. ആലുവയിൽ ആസ് യൂഷ്വൽ ഭയങ്കര ബ്ലോക്കാണ്. രാവിലെ ഒന്നുമില്ല, ഉച്ചക്കെന്നില്ല, ഭയങ്കര ബ്ലോക്കാണ്. പുറത്തുനിന്ന് വില്ലേജ് വിട്ട് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിട്ട് വൈകിട്ട് വന്നപ്പോൾ ലൈന് കുടിച്ചൊക്കെ കഴിച്ചിട്ട് നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ടാണ് ആക്കിബിനെ വിളിക്കാൻ വേണ്ടി പോയത് കേട്ടോ. ആ ടൈമിൽ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പോണ വഴിക്ക് മീനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മഴയത്ത് ഇറങ്ങി വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാണ് പാവം അയാൾ വണ്ടിയിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് തരുകയാണ് ചെയ്തത്. കുറച്ച് നേരം എന്ന് വെച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ കാണാണ്ടിരുന്നുവെങ്കിലും ആക്കിബിന് കുറേ നാളത്തെ കണ്ട പോലത്തെ സ്നേഹമായിരുന്നു ഞങ്ങളോട്. ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പോൾ അത് ഞാൻ വന്നപ്പോൾ തന്നെ മിഠായി കൊടുത്തു വിട്ട ആൾക്കത് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഭയങ്കര സന്തോഷമായി. അവൻ ആ കുഞ്ഞു മിഠായി എനിക്ക് തന്നിട്ടാണ് വലിയ മിഠായി ഇന്നെടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ മിഠായി അവൻ എടുത്തു. പിന്നെ അതേ പ്ലംസൊക്കെ കൊടുത്തു. പിന്നെ അതേ ഉമ്മ അപ്പോഴത്തേക്കും മീൻ കറി വെച്ചിട്ടാണ്. ഞാൻ ആക്കിബിനൊരു കഷ്ണം മീൻ മാത്രം എടുത്ത് പൊരിച്ചു. പിന്നെ അതേ ആക്കിബിനേക്കൊക്കെ പഴമൊക്കെ അറിഞ്ഞു. അപ്പം ഇന്നത്രേ ഉള്ളൂ.